അതിനകത്ത് കുറച്ച് മാവിടുക, കുറച്ച് ഉപ്പ് മാറ്റിയ, കുറച്ച് പൊള്ളി വരാനായിട്ട് കുറച്ച് സോഡാപ്പൊടി, ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. റെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയ ബോളുകളാക്കാം. നമ്മൾ ബോളുകളാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇത് ഇവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പത്ത് ചീനിച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് വയ്ക്കാം. നമുക്കിവിടെ പൂരി മേക്കർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മളിവിടെ പലകയിലാണ് പരത്തിയെടുക്കണം. അതിൻ്റെ മുകളിൽ ചെറിയ ഒരു കവർ വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കണം. എന്നിട്ട് ചെറിയ പാത്രത്തിൻ്റെ ഷേപ്പിലാണ് ഞാൻ പരത്തിയെടുക്കണം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ. അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് ചീനിച്ചട്ടി മാറ്റിയായിരുന്നേ. ഞാൻ എന്നും ചെയ്യണ ചട്ടിയിലല്ല ഇന്ന് ചെയ്തത്. അതവിടെ ഇരിക്കണം കണ്ടപ്പോൾ ഞാൻ എടുത്ത് ചെയ്തതാണ്. പക്ഷെ അതിലെനിക്ക് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ കുഴിയുള്ള ചട്ടി എടുത്ത് വെച്ച് അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വന്നു. മറ്റേതിൽ വെച്ചപ്പോഴത്തേക്ക് നല്ല പൊങ്ങി വന്നില്ല. അപ്പോൾ ഈ കുടുവൻ ചട്ടിയിലായപ്പോൾ നല്ല പെരുകി നല്ല സോഫ്റ്റായിട്ട് നമ്മളെ പൂരി റെഡിയായി കിട്ടിയിട്ടുണ്ട്.